ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകുന്നത് ചേച്ചീൻ്റെ വീട്ടിലേക്കാണ്. ചേച്ചീൻ്റെ വീട് പടിഞ്ഞാറത്തറ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്, മേപ്പാടി ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇത് നമ്മൾ വേഗം ചേച്ചീൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ചേച്ചി ഇതാ ഒരുങ്ങുന്ന തിരക്കാണ്. ഇതാ കുഞ്ഞുണ്ണി ഒരുങ്ങി അവൻ്റെ പിന്നെ അണ്ണാൻ കുഞ്ഞിനൊക്കെ പാൽ കൊടുക്കുന്ന തിരക്കായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങി നമ്മൾ ഇതാ ചുണ്ടേ പള്ളിയിൽ പോയി. അവിടെ ഒരു നേർച്ച കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. നമ്മളിതാ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാതാവിനോട് പറയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഉത്സവമാണ്, ഉത്സവമല്ല, പെരുന്നാളിന് അപ്പോൾ അവിടെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാളെയാണ് പെരുന്നാൾ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതാ നമ്മൾ സമാധാനത്തിൽ പ്രാർത്ഥിച്ച് മെല്ലെ ഞാനും ചേച്ചിയും കൂടി മെല്ലെ വരികയാണ്. തനിക്കുട്ടി ഇത്രയും നേരം ഉറക്കമായിരുന്നു, അതുകൊണ്ട് ഞാൻ മേലെ പള്ളിയിലേക്ക് അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ ഇവിടെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് നമ്മളവിടെ നിന്ന് വേഗം ഇറങ്ങി. അപ്പോൾ നമ്മൾ പൊഴുതന്നെ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വേഗം പോവുകയാണ്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു, വെയിലുണ്ടെങ്കിൽ കൂടി നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തി. പിന്നെ ഹോസ്പിറ്റൽ നല്ല അടിപൊളിയാണ് ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ല ചെടികളും നല്ല പൂക്കളും നല്ലൊരു വൈബാണ്. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഈ കാണുന്ന പോലെ നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ എന്ന് ഇവിടെ വരുമ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങണം എന്ന്. പക്ഷേ ഏട്ടൻ എന്നും പറ്റിക്കും, ഇറക്കാൻ പറയും, പക്ഷേ ഇറക്കില്ല. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതാ ഈ മഞ്ഞപ്പൂവ് കാണാൻ നല്ല ഭംഗിയാണ് ഗൈസ്. എൻ്റെ അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതാ പാർക്കിങ്ങൊക്കെ ഇതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, നല്ല തിരക്കായിരിക്കുന്നു. പിന്നെ അതാ ഞങ്ങളും വേഗം ഹോസ്പിറ്റലിൽ പോയി. ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ എൻട്രി. ഇവിടെയും നല്ല അടിപൊളിയാണ് കാണാൻ. അത് അവിടെ വെള്ളത്തിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അതൊന്നുമില്ല, കറണ്ട് ഇല്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ കാണാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതാ കാണുന്നതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. പിന്നെ നമ്മളിതാ ഹോസ്പിറ്റലെത്തി. ഇവിടെ ഒന്നും വണ്ടി വെക്കാൻ സ്ഥലമില്ല, ഏട്ടൻ താഴെ വണ്ടിയോ കൊണ്ടൊക്കെ വെച്ചേ. അപ്പം നമ്മളിതാ മേലെ എത്തി, റിസപ്ഷനിൽ പോയി. പിന്നെ ഇത് ചീട്ടൊക്കെ വാങ്ങി നമ്മളിതാ ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മളോട് നേരത്തെ എത്തണം എന്ന് പറഞ്ഞു, ഡോക്ടർ ഇത്ര നേരം എത്തിയില്ല. ഡോക്ടർക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു. പിന്നെ ഇങ്ങനെ സമയം പോകണ്ടേ, പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഏട്ടനും കുഞ്ഞുണ്ണിയും പോയി മിഠായിയൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ അതൊക്കെ തിന്ന് നമ്മൾ വേഗം ഞങ്ങളതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഡോക്ടർ വന്നു. പിന്നെ ഇന്ന് വേറെ ടെസ്റ്റുകളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേഗം മരുന്ന് വാങ്ങി ഇറങ്ങി. പിന്നെ ഉച്ചയായതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ കയറി. അവിടെ അടുത്തുള്ള തന്നെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ ഒരു 10-15 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഹോട്ടലിൽ നിന്ന് നമ്മളവിടെ ഇരുന്നിട്ട് താഴേക്ക് കാണുന്ന വ്യൂസാട്ടോ ഗൈസ്. കാണുന്നത് നല്ല അടിപൊളിയാണ്. പിന്നെ ഇതാ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടു തന്നു. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫുഡ് വന്നു. ഞാനും കുഞ്ഞിനും ബിരിയാണി കഴിച്ചു, ഏട്ടനും ഏച്ചിയൊക്കെ അവർ ചോറ് കഴിച്ചു. പിന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് നമ്മളിങ്ങനെ ഓർത്തത് നമുക്ക് ചൂരൽമലയ്ക്ക് പോയായിരുന്നു. പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. നമ്മളിതാ ചൂരൽമലയ്ക്ക് പോവുകയാണ് ഗൈസ്. ഇതൊക്കെ അവിടെ നിന്ന് നമ്മൾ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. നല്ല അടിപൊളിയാണ്, നല്ല ചായത്തോട്ടവും നല്ല സൂപ്പർ അങ്ങനെയാണ്. അപ്പോൾ നമ്മളിതാ ചൂരൽമലയ്ക്ക് പോകുമ്പോൾ തന്നെ പിന്നെ അന്ന് അനാഥമായ കുറേ പശുക്കളൊക്കെ കണ്ടു. പിന്നെ വേഗം തന്നെ നമ്മളവിടെ എത്തി. ഇപ്പോഴും അവിടെ ആൾക്കാരൊക്കെ കുറവാണ്. പിന്നെ ഇപ്പോഴും പണ്ടത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ പിന്നെ പ്രവർത്തിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ആദ്യം പോയത് പിന്നെ നേരെ ചൂരൽമലയ്ക്കല്ല, അവിടെ ടൗണിലെത്തുന്നതിന് മുന്നേ ഇപ്പുറത്തൊരു വഴിയുണ്ടായിരുന്നു. അതിൽ കൂടെ പോയാൽ നമ്മൾക്ക് അവിടെ കുറേ വീടുകളും താമസിച്ചവരുടെ വീടുകളും അതൊക്കെ കാണാൻ പറ്റും. അങ്ങോട്ടേക്ക് ആദ്യം പോയി ആ സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഞങ്ങൾ നടന്നു പോകുന്ന ഇവിടെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ ഇല്ല. ഉള്ള വീടുകളിൽ ആരും താമസവും ഇല്ല. അവിടെയും കുറേ അനാഥരായ കുറേ പശുക്കളും പശുക്കുട്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളത് അതിലൊക്കെ കുറേ നോക്കി കാണാനൊക്കെ പോയി. അവിടെയൊക്കെ കുറേ കസേരകളും കമ്പികളും വീട്ടു സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. പിന്നെ ഈ മരങ്ങളൊക്കെ ചെളിയൊക്കെ വന്ന് ഫുള്ള് ഉണങ്ങിയതാണ്. അപ്പുറ സൈഡൊക്കെ കുറേ ഉണ്ട്, അതൊക്കെ ഫുള്ള് ഉണങ്ങിയത്. ഇതൊക്കെ ആ
വെള്ളത്തിൻ്റെ കൂടെ ഒഴുകി വന്ന വലിയ വലിയ മരങ്ങളാണ് ആ കാണുന്നതൊക്കെ. പിന്നെ നമ്മൾ ഇതിലൊക്കെ ഫുള്ളും കമ്പിയും എന്തൊക്കെയോ വീടിൻ്റെ സാധനങ്ങളൊക്കെയാണ്. കോൺക്രീറ്റ് പീസ്, അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങൾ, കുട്ടികളുടെ കളിപ്പാട്ടം, ഡ്രസ്സ്, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലെയാണ് വെള്ളമൊക്കെ വന്ന സ്ഥലം. വെള്ളവും ചളിയും പാറയും അതൊക്കെ ഒഴുകി വന്ന സ്ഥലമാണ് ആ കാണുന്നതൊക്കെ. അവിടെ ഇപ്പോഴും വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് ഇതൊക്കെ കണ്ട് പിന്നെ നമ്മളവിടെ നിന്ന് വേഗം ഇറങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് പോയാലും കുറേ വീടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, അവിടെ നിന്ന് പകുതി വരെ പോയി ഞങ്ങൾ തിരിച്ചു വന്നു. പിന്നെ അവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാകും ഗൈസ്. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ആ മരത്തിൻ്റെ സൈഡ് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി. അവിടെയും കുറേ മരങ്ങളും വീട്ടിൽ വെള്ളം പിടിക്കുന്ന ടാങ്ക്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ വല്ല പടുകൂറ്റൻ മരങ്ങളൊക്കെയാണ് മേലെ നിന്ന് ഒഴുകി ഇങ്ങോട്ട് വന്നത്. ഈ വീട്ടിലൊക്കെ ഞങ്ങൾ പോയി. അവിടെ ഒന്നും ആരുമില്ല, ഫുള്ളും ചെളിയും. അടുക്കളയിലും ബാത്റൂമിലൊക്കെ ഫുള്ളും ചെളിയാണ്. ഫുള്ളും ചെളി ഇങ്ങനെ നിറഞ്ഞ് ഉണങ്ങി ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഇവിടെ വൈകുന്നേരമൊക്കെ ആയാൽ ഭയങ്കര പന്നി ശല്യമൊക്കെയാണ്. അതുകൊണ്ട് ആരും ഇവിടെ ഇല്ല. ഈ കാണുന്നൊക്കെ ആ വീട്ടിലെ സാധനങ്ങളാണെന്ന് തോന്നുന്നു ഗൈസ്. ഫ്രിഡ്ജിൻ്റെ, ടിവിൻ്റെ, അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ ആ ബാത്റൂമിലൊക്കെ ഫുള്ളും ചെളിയാണ്. അടുക്കളയിലൊക്കെ ഫുള്ളും ചെളിയും മണ്ണും ഒക്കെ നിറഞ്ഞ് ആകെ ഒരു സങ്കടമുള്ള ഒരു കാഴ്ചയായിരുന്നു ഗൈസ്. അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ വേഗം അവിടെ നിന്ന് വന്നു. അവിടെ നിന്ന് ഇപ്പുറത്തെ റോട്ടിൽ കൂടെ കയറിയപ്പോൾ കുറേ വീടുകളുണ്ടായിരുന്നു. ഇവിടെ ഒന്നും ആരുമില്ല, എല്ലാം നല്ല നല്ല വീടുകളാണ്. ഈ വീട്ടിലൊന്നും ആരുമില്ല. പിന്നെ എത്ര ആളുകളുള്ള സ്ഥലമായിരുന്നു. ഇന്ന് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഫുള്ളും ശൂന്യമായിരുന്നു. വീട്ടിൽ കളിസാധനങ്ങൾ, കസേര, കുട്ടികളുടെ സൈക്കിൾ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളതൊക്കെ കണ്ടു. ഇവിടെ ഒന്നും ആരുമില്ല. അവിടെ ഞങ്ങളധികം നിന്നില്ല. ഈ വീടിൻ്റെ പുറകിലെത്തിയപ്പോൾ ഭയങ്കര ഒരു ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു പന്നിയൊക്കെ ആണെങ്കിൽ പേടിയല്ലേ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം അവിടെ നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോയി. പിന്നെ ഇങ്ങനെ നേരെ പോയൊരു കയറ്റമാണ്. പിന്നെ ഞങ്ങളത് ആ കയറ്റമൊക്കെ കയറി ഞങ്ങൾ വേഗം പോയി. ഇവിടെ ഒന്നും ആരുമില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോയി. ഇതൊക്കെ വലിയ വീടാണ്, അവിടെ ഒന്നും ആരുമില്ല. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മളത് ആ കയറ്റമൊക്കെ കയറി. അവരൊക്കെ മുന്നിൽ പോയി, ഞാൻ പുറകിൽ ഫോണും പിടിച്ച് ഞാൻ പുറകിലിങ്ങനെ വന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം നേരെ ഇറങ്ങി നമ്മൾ ചൂരൽമല ടൗണിലെത്തി ഗൈസ്. ഇതാണ് ചൂരൽമല ടൗൺ. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ നമ്മളും വേഗം അങ്ങോട്ടേക്ക് പോയി. അവിടെ എത്തുമ്പോഴത്തേക്കും വൈകുന്നേരം ഒരു 4 മണി 4:30 ആയി. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ആ കാണുന്ന ഒരു ആൽമരം കണ്ടോ, അതിൻ്റെ അടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലമൊക്കെ ഫുള്ളും പോയി. ഇപ്പം അമ്പലമൊന്നും അവിടെ ഇല്ല. പിന്നെ ഞങ്ങൾ ബെയിലി പാലത്തിൽ കൂടെ ഒക്കെ കുറേ നടന്നു. പിന്നെ അന്നത്തെ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് പട്ടാളക്കാർ വന്നു പാലം ഉണ്ടാക്കിയതും കുറേ രക്ഷാപ്രവർത്തനങ്ങളും അതൊക്കെ നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പിന്നെ അതാണ് വെള്ളാർമല സ്കൂളൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. എത്രയോ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂള് നമുക്ക് ഓർക്കാൻ കൂടി വയ്യ ഗൈസ്. പിന്നെ ഇതൊക്കെ പിന്നെ അവിടെ പണിയൊക്കെ എടുത്ത് കുറേ കല്ലൊക്കെ ഒരു സൈഡ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊന്നും നമുക്ക് കടക്കാൻ പറ്റില്ല, എപ്പോഴും പോലീസുകാരൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അതിലൊക്കെ നടന്ന് കണ്ടു. അവിടെ ഫുള്ള് റിബണൊക്കെ കിട്ടിയിട്ടുണ്ട്, അപ്പുറത്തേക്കൊന്നും കടക്കാൻ പറ്റില്ല. ഇത് പാലത്തിൻ്റെ അപ്പുറമുള്ള കാഴ്ചകളാണ്. അവിടെയൊക്കെ കുറേ കടകളും ഇതൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്നും പോയില്ല, അവിടെ ഒന്നും കടക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കണ്ട് വേഗം ഇറങ്ങി. അപ്പോഴത്തേക്കും വൈകുന്നേരം 5 മണി 5:30 ആയി. പിന്നെ നമ്മൾ വേഗം ഇറങ്ങി. ഇതൊക്കെ ബോച്ചേൻ്റെ സ്ഥലമാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളിതാ വേഗം അവിടെ നിന്ന് വന്നു. പോകുന്ന വഴിക്കൊക്കെ കാണുന്ന കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ഇപ്പോഴും അവിടുത്തെ ഒരു ആൾക്കാർക്ക് ആ നടുക്കൊന്നും അറിയില്ല.
കുറേ കുടുംബങ്ങൾ ഇപ്പോഴും ഇങ്ങനെ അനാഥമായിട്ടുണ്ട്. അപ്പം നമ്മളിതാ നേരെ ടൗണിലെത്തി, കൽപ്പറ്റ ടൗണിലെത്തി. അവിടെ വന്നപ്പോഴും നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ കുറച്ച് നേരം കല്യാണിൻ്റെ മുന്നിലിങ്ങനെ നിന്ന് വായി നോക്കി നിന്നു. അത് കഴിഞ്ഞ് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു. കുറച്ച് മരുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാത്ത മരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ വാങ്ങാൻ വേണ്ടി നമ്മളിവിടെ സൈഡാക്കി അവർ മരുന്ന് വാങ്ങാൻ പോയി. പിന്നെ നമ്മളിതാ ഇങ്ങനെ കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാവുമന്നം വന്നു. കാവുമന്നത്ത് നമ്മളിതാ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചില്ല, ലൈമ് കുടിച്ച് തൻകുട്ടി ഇതാ ഉറങ്ങി എണീറ്റ ക്ഷീണമാണ്. പിന്നെ എല്ലാവരും ലൈമിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഒരു ഉഷാറായി. പിന്നെ നമ്മൾ വേഗം ചേച്ചീൻ്റെ വീട്ടിലെത്തി. നമ്മൾ സന്ധ്യയായാൽ നല്ല തണുപ്പാണല്ലോ, അപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. പിന്നെ ഞങ്ങൾ ചേച്ചീനെയൊക്കെ അവിടെ ആക്കി പിന്നെ ബൈക്ക് എടുത്ത് നമ്മൾ വേഗം വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു, ഗുഡ് നൈറ്റ്.